ഹായ് കിഡീസ്, മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു? നമുക്ക് നോക്കാം ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു. എ, ബി, സി, ഡി, ഇ, എഫ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മോൾ ലെറ്റർ ജി. ഏതാ പഠിക്കുന്നേ? സ്മോൾ ലെറ്റർ ജി. ജി എങ്ങനെയാ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ജി എങ്ങനെയാ എഴുതുന്നേ? നമ്മള് സി പഠിച്ചില്ലേ? സി എങ്ങനെ എഴുതി നമ്മള്? ഇങ്ങനെ കർവ് പോലെ അല്ലേ? സി ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്തോ ചെയ്യണം ജി എഴുതാൻ? ആദ്യം നമ്മൾ സി എഴുതുക. എന്നിട്ട് ഇത് ഇവിടുന്ന് സീനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു മുകളിലോട്ട് പോയി നമ്മൾ എന്തോ ചെയ്തു? താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ വരച്ച് നമ്മൾ അതിനെ വളച്ചു കൊടുത്തു. സ്മോൾ ലെറ്റർ ജി. ആദ്യം നമ്മള് സി എഴുതി. സീനെ നമ്മൾ എന്തോ ചെയ്തു? മുകളിലോട്ട് ഇതാ ഇങ്ങനെ എഴുതി. എന്നിട്ട് എന്തോ ചെയ്തു? അവിടുന്ന് പെൻസിൽ എടുക്കാതെ എഴുതണം. താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. ഓക്കെ, സ്റ്റാൻഡിങ് ലൈന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞു. എന്തോ ആയി ലെറ്റർ ജി. ഓക്കെ, സി എഴുതി. സീന് എന്ത് ചെയ്തു? നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ എഴുതി. കാണുന്നുണ്ടോ? എന്നിട്ട് അത് അവിടുന്ന് താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ് ലൈന് നമ്മൾ എന്ത് ചെയ്തു? ദാ ഇവിടുന്ന് പെൻസിൽ എടുക്കാതെ എഴുതണം, വളച്ചെഴുതി. ജി എങ്ങനെ എഴുതി? ഇങ്ങനെ സി എഴുതി. സീനെ നമ്മൾ ദാ ഇവിടുന്ന് കൊണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കേ, എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ ഇതേതിൽ സ്റ്റാൻഡിങ് ലൈൻ വരച്ചു താഴത്തോട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടുന്ന് ഇതാ ഇതിനോട് ചേർന്ന് നമ്മൾ വളച്ച് സ്റ്റാൻഡിങ് ലൈന്. ജി, സ്മോൾ ലെറ്റർ ജി. ശ്രദ്ധിച്ചേ, ആദ്യം നമ്മൾ ഒരു സി എഴുതി. സീനെ എന്ത് ചെയ്തു? ഇവിടുന്ന് ഇതാ സീനെ ഇങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് അതേ ലൈനിൽ നമ്മൾ താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. ഓക്കേ, എന്നിട്ട് സ്റ്റാൻഡിങ് ലൈനിൽ നമ്മൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ വളച്ചു. സ്മോൾ ലെറ്റർ ജി. സി എഴുതി. ഇവിടെ ഒട്ട് കൊണ്ടുവന്നു. എന്നിട്ട് എന്തോ ചെയ്തു? ഇവിടുന്ന് താഴത്തോട്ട് സീന് താഴത്തോട്ട് നമ്മള് സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. സ്റ്റാൻഡിങ് ലൈൻ എന്തോ ചെയ്തു? നമ്മൾ ഇവിടുന്ന് വളഞ്ഞ് എഴുതി. ജി. ഓക്കെ, എളുപ്പമല്ലേ? സീനെ നമ്മൾ ഇങ്ങനെ ചെയ്തു. സി എഴുതി. അങ്ങനെ എഴുതി സീനെ നമ്മൾ ഇങ്ങനെ വന്ന് അവിടത്തോട്ട് ജോയിൻ ചെയ്തു അല്ലേ? എന്നിട്ട് എന്തോ ചെയ്യണം? അവിടുന്ന് അതേ ലൈനിൽ തന്നെ താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ വരക്കുക. അതാ ഇവിടുന്ന് തന്നെ ഇവിടെ ഇങ്ങനെ കറങ്ങി എഴുതിയ അവിടുന്ന് തന്നെ സ്റ്റാൻഡിങ് ലൈൻ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സ്റ്റാൻഡിങ് ലൈൻ നമ്മൾ താഴെന്ന് വളഞ്ഞെഴുതുക. ഇവിടുന്ന് വളച്ചെഴുതുക. സ്മോൾ ലെറ്റർ ജി. പഠിച്ചോ? മനസ്സിലായോ എഴുതാൻ വേണ്ടിയിട്ട്? ഒന്നുകൂടി ശ്രദ്ധിച്ചേ. നമ്മൾ ആദ്യം സി എഴുതി. അതിനെ നോക്കിയത് ഇവിടുന്ന് ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ എഴുതും. നേരെ വരുന്ന സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ് ലൈനിൽ നമ്മൾ എന്താ ചെയ്തു? വളഞ്ഞെഴുതി. ഓക്കെ, ജി എഴുതുന്നേ ഇങ്ങനെ എഴുതുക, കൈവിടാതെ. ആദ്യമൊക്കെ തെറ്റും, കുഴപ്പമില്ല. പതിയെ എഴുതി എഴുതി പ്രാക്ടീസ് കിട്ടുമ്പോൾ ജി എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കും. പതിയെ എഴുതുക. ആദ്യം കൈവിടാതെ എഴുതുക. ജി എങ്ങനെ? ഇങ്ങനെ വന്ന് ഇവിടുന്ന് നോക്കിയ സ്റ്റാൻഡിങ് ലൈൻ, അതിനെ നമ്മൾ വളച്ചെഴുതി. ആദ്യം ഒരു സി. സീനെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തു. അതിനോട് ചേർന്ന് സ്റ്റാൻഡിങ് ലൈൻ.
അതിന് താഴെ എത്തുമ്പോ ഒന്ന് വളച്ചെഴുതി. ലെറ്റർ ഏതാ? ജി. ബുക്ക് എടുത്ത് എഴുതി നോക്കിയേ. ആദ്യം സി എഴുതിയേ. എഴുതിയോ? അതെന്തോ എഴുതി? സി. എന്നിട്ട് എന്തോ ചെയ്യണം? നമ്മൾ ആ സീനെ ഇത് ഇങ്ങനെ എഴുതി അവിടുന്ന് പതിയെ എഴുതുക, ഇങ്ങനെ എഴുതുക. സീനെ നമ്മൾ ഇങ്ങനെ എഴുതിയില്ലേ, അവിടുന്ന് ഇങ്ങനെ എഴുതുക. പറ്റുന്നുണ്ടോ? എന്നിട്ട് എന്തോ ചെയ്യണം? അവിടുന്ന് പെൻസിൽ എടുക്കാതെ താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ, അവിടുന്ന് തന്നെ എഴുതണം സ്റ്റാൻഡിങ് ലൈൻ. എന്നിട്ട് ആ സ്റ്റാൻഡിങ് ലൈൻ എന്ത് ചെയ്യണം? താഴെ നിന്ന് ഇങ്ങനെ വളഞ്ഞെഴുതുക. ഇവിടുന്ന് അതിനോട് തന്നെ എഴുതണം, വളഞ്ഞെഴുതുക. ജി. ജി ആയോ? കൈവിടാതെ ഒന്ന് എഴുതി നോക്കിയ പതിയെ. സ്മോൾ ലെറ്റർ സി എഴുതുക, അത് മുകളിൽ പോയി അതിനോട് ചേർന്ന് സ്റ്റാൻഡിങ് ലൈൻ, താഴെ നിന്ന് എന്തോ ചെയ്യണം? സ്റ്റാൻഡിങ് ലൈൻ ഒന്ന് വളച്ചെഴുതുക. കൈവിടാതെ ഇങ്ങനെ എഴുതുക. പറ്റുന്നുണ്ടോ? സ്മോൾ ലെറ്റർ ജി. ഏതാ ഇന്ന് പഠിച്ചത്? സ്മോൾ ലെറ്റർ ജി. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ക്ലാസ് മനസ്സിലായ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.